വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മലപ്പുറം എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പേലേപ്പുറം കാപ്പിൻതൊട് വീട്ടിൽ വിഷ്ണുജ മരിച്ച സംഭവത്തിൽ ഭർത്താവ് പ്രബിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ 30 വൈകിട്ട് 5:30 മരണവിവരം ബന്ധുക്കൾ അറിയുന്നത്. ബെഡ്റൂമിന്റെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. 2 കൈയിൽ നിന്നും രക്തം വാർന്ന നിലയിലുമായിരുന്നു. വിഷ്ണുജയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. ഭർത്തൃവീട്ടിലെ മാനസിക പീഡനം സംബന്ധിച്ച് നേരത്തെ സ്വന്തം വീട്ടുകാർക്ക് സൂചന നൽകിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് പ്രബിൻ നിരന്തരം വിഷ്ണുജയെ ആക്ഷേപിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും ഒപ്പം വാഹനത്തിൽ കൊണ്ടുപോകാനോ വിഷ്ണുജയുടെ വീട്ടിലേക്ക് വരാനോ പ്രബിൻ തയ്യാറായിരുന്നില്ല. ഒപ്പം കൊണ്ടു നടക്കാനുള്ള സൗന്ദര്യമില്ലെന്നാണ് പ്രബിൻ പറഞ്ഞിരുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു. സ്ത്രീധനം കുറഞ്ഞുപോയെന്നും ആക്ഷേപിച്ചിരുന്നു. മാനസികമായി വിഷ്ണുജ വളരെയധികം പീഡനം നേരിട്ടിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് പ്രബിൻ. 2023 മെയിലായിരുന്നു ഇരുവരുടെ വിവാഹം. ഡിഗ്രി പഠനത്തിന് ശേഷം HDC കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുജ. പൂക്കോട്ടം പാടം മാനിയിൽ പാലോളി വാസുദേവന്റെ മകളാണ്. ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.